ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ബീഫ് മന്തിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിനയില, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം ചതച്ചത്. പിന്നെ പൊടികളായിട്ട് നമുക്കൊരു 2 ടീസ്പൂൺ മന്തി മസാല, 2 മാഗി ക്യൂബ്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മല്ലിയും കുരുമുളകും ചതച്ചത് ഒരു 2 ടീസ്പൂൺ, കറുകപ്പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ഒരു 10 ഏലക്ക, പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക്, മല്ലി, പിന്നെ 3/4 കിലോ ബീഫ്. 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്, നെയ്യോട് കൂടിയ ബീഫാണ്. അതിലേക്ക് 3/4 കിലോ അരമണിക്കൂർ കുതിർത്ത ഗോൾഡൻ ബസ്മതി അരി. കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, ക്യാപ്സിക്കം, മന്തി മസാല, മാഗി ക്യൂബ്, ഗരം മസാല, ഏലക്ക, ചെറിയ ജീരകം, ചതച്ച് വെച്ചിട്ടുള്ള മല്ലിയും കുരുമുളകും, പട്ട, ഗ്രാമ്പു, ഏലക്ക, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്പൈസസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. അത് ഇതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കില്ല, ഞാൻ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഇതിലേക്ക് നമ്മൾ കേകി വെച്ചെടുക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മണിക്കൂറെങ്കിലും ഇതിങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ ഈ ബീഫ് മേലെ പിടിക്കുന്നത് വരെ 1 മണിക്കൂർ നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിലിട്ട് ഒരു 5 വിസിൽ, ഞാനൊരു 5 വിസിൽ വന്നപ്പോഴേക്കും ഈ ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓരോ ബീഫിൻ്റെയും കുക്കിംഗ് ടൈമിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഈ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പിന്നെ ഞാനൊരു ചെറിയ പൊട്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് കസൂരി മേത്തി, വളരെ കുറച്ചൊരു പിഞ്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുക്കാം. ഒരു 3/4% റൈസ് കുക്കായതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഈ ബീഫിൻ്റെ മസാലയിൽ നിന്ന് ഒരു കുറച്ച് പോർഷൻ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മളൊരു ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് നമ്മൾ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഈ ബീഫിൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ഓയിൽ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മസാല കുറച്ച് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നില്ലേ, അത് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തു. പിന്നെ 4 പച്ചമുളക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തു. അത് നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ റൈസിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. ഇങ്ങനെ ചെയ്താൽ നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പൊട്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ബീഫ് മന്തി. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കുണ്ടാക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. എന്നാലുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.